തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയായുടെ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ധ്യാന മണിക്കൂറിൽ ജെറമിയ പ്രവാചകൻ നൽകുന്ന ഈ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിത വഴികളെ പൂർണ്ണമായും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ അനുഭവങ്ങളിൽ അസ്വസ്ഥതയും ഞെരുക്കങ്ങളും ഞങ്ങൾക്കുണ്ടാകുമ്പോൾ അങ്ങയുടെ പദ്ധതിയാണെന്ന് തിരിച്ചറിയാനുള്ള ശക്തിയും ബലവും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ തിരുവചന ധ്യാന സമയത്ത് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരകളിൽ ഞാനൊരു പരാജയമാണ്, എന്നെ ആർക്കും വേണ്ട, എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഇതാ നിന്നോട് കർത്താവ് പറയുകയാണ്, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് ആർക്കൊരു പദ്ധതിയുണ്ട്? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നിന്നെക്കുറിച്ച് നാട്ടുകാർക്കൊരു പദ്ധതി ഉണ്ടാവും, വീട്ടുകാർക്കൊരു പദ്ധതി ഉണ്ടാവും. ആ പദ്ധതിയല്ല വചനത്തിൽ പഠിപ്പിക്കുന്നത്, മറിച്ച് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് അടിസ്ഥാനപരമായ നിൻ്റെ ജീവിതത്തിന് ഐശ്വര്യം നൽകുന്ന പദ്ധതി. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാനും വിലയിരുത്താനും ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയാണ്. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു, എൻ്റെ വീട്ടുകാർ എങ്ങനെ കാണുന്നു, എൻ്റെ സമൂഹം എന്നെ എങ്ങനെ കാണുന്നു, എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു, എൻ്റെ ഇടവകയിലുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെയും ഇവരുടെയും കണ്ണുകളിലൂടെയല്ല നിൻ്റെ ജീവിതത്തെ നീ കാണേണ്ടത്. നിൻ്റെ ജീവിതത്തെ നീ കാണേണ്ടത് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെയാണ്. കാരണം ദൈവമാണ് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ബലവും ശക്തിയും സ്രോതസ്സും എല്ലാം. ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾ വിവാഹിതരായിരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഇല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വചനം നിനക്ക് നൽകുന്ന ഉത്തരം എന്താണ്? നിൻ്റെ ജീവിത പങ്കാളി ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നിനക്ക് ലഭിച്ച പദ്ധതിയാണ്, അനുഗ്രഹമാണ്, സമ്മാനമാണ്. ദൈവം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ആ ബന്ധനം തകർക്കാനാവില്ല. ദൈവം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ട് ആർക്കും അഴിക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു, അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാക്കുകയും ന്യായവിധിക്ക് വിളിക്കുകയും ചെയ്താൽ ആർക്ക് അവിടുത്തെ തടയാൻ കഴിയും? അൾട്ടിമേറ്റായിട്ട്, അടിസ്ഥാനപരമായിട്ട് ഇതാ എന്താണ് സംഭവിക്കുക? ദൈവമാണ് ഒരു പദ്ധതിയെ ചേർത്ത് വയ്ക്കുന്നത്. ആർക്കും തടയാനാവില്ല. ഒരു വ്യക്തിക്കോ സംഭവത്തിനോ പ്രസ്ഥാനത്തിനോ തടയാനാവില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതൊരിക്കലും മറ്റുള്ളവർക്ക് തടയാനാവില്ല. ജോബിൻ്റെ തന്നെ പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുവചനം. അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല, അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് തിരുവചനങ്ങളും ജോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവമാണ്
പദ്ധതി ക്രമീകരിക്കുന്നത്. നീ ആ പദ്ധതിയോട് എത്രത്തോളം സഹകരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജെറമിയ പ്രവാചകൻ 29:11 വെച്ചുകൊണ്ടാണ്. അതിൽ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി ആ പദ്ധതിയോട് സഹകരിക്കാൻ നീ ഒരു വ്യക്തിപരമായി ഒരു വലിയ തീരുമാനമെടുക്കുമ്പോഴാണ് ആ പദ്ധതി നിന്നിൽ പൂവണിയുന്നത്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ മനസ്സിൽ ആ പദ്ധതി രൂപം കൊള്ളുകയാണ്. നമ്മുടെ മുമ്പിൽ അത് പഠിപ്പിക്കുന്നത് സങ്കീർത്തകനാണ്. സങ്കീർത്തനം 139:15. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. സങ്കീർത്തകനായ ദാവീദ് പറയാണ്, ദൈവമേ, ഞാൻ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ. എന്നതിൻ്റെ അർത്ഥം എന്താണ്? വചനം പഠിപ്പിക്കുന്നത്, നീ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ, നീ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ സ്വപ്നത്തിലാണ് നീ രൂപം കൊണ്ടത്. ദൈവത്തിനിതൊന്നും അജ്ഞാതമല്ല. ദൈവത്തിനിതൊന്നും അജ്ഞാതമല്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നീ. ഈ വചനം കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണ് വചനം കേൾക്കുന്നതെങ്കിലും ഈ കാര്യം നീ മനസ്സിൽ ഉറപ്പിക്കണം. ഈ കഴിഞ്ഞ നാളിൽ ഈ ഡൽഹി ദേശത്തുള്ള ഒരു നേഴ്സ് പ്രാർത്ഥിക്കാൻ വന്നു. ആ നേഴ്സിൻ്റെ സങ്കടം എന്താണെന്നറിയൂ? ആ നേഴ്സ് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ഡൽഹിയിലെത്തിയതാണ്. ഡൽഹിയിലെത്തിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു, ഇന്നേ വരെ വിദേശത്ത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ സ്ത്രീ ഇരുന്നുകൊണ്ട്, എനിക്ക് അങ്ങനെ പറ്റിയില്ലല്ലോ, ഇങ്ങനെ പറ്റിയില്ലല്ലോ, എനിക്കെന്തോരം പദ്ധതികളുണ്ടായിരുന്നു, എൻ്റെ സ്വപ്നങ്ങളൊന്നും നടന്നില്ലല്ലോ. ഇന്ന് സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ചു കഴിയുന്ന ആളാണ്. ജോലിയുടെ ഭാവി ജീവിതത്തിൽ ചെയ്യപ്പെടാമായിരുന്നൊരു കാര്യം നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇന്ന് സങ്കടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയുടെ മുമ്പിലിരുന്നു കൊണ്ട് ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഇന്നത്തെ ജീവിതത്തിൻ്റെ നന്മകളൊന്ന് ചിന്തിച്ചേ. ഈ ഡൽഹിയിൽ വന്നിട്ട് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ പഠിക്കുന്നു, വളരുന്നു, ജീവിതത്തിൻ്റെ നന്മ എന്ന് മാത്രമല്ല, ഈ സഹോദരിയിലൂടെ ഒത്തിരിയേറെ വ്യക്തികൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു. പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ നേഴ്സസ് മിനിസ്ട്രിയുണ്ട്. ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ അനേകർക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു. അവരുടെ ഹോസ്പിറ്റലിൽ ഈ നേഴ്സ് മറ്റ് രോഗികൾക്ക് മാലാഖയെ പോലെയാണ്. ഒത്തിരി പേർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു. പാപങ്ങളായിട്ടുള്ള ഒത്തിരി രോഗികളെ സഹായിക്കുന്നു എന്ന് തുടങ്ങി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വലിയ ഒരു നന്മ മുഴുവൻ ഈ ഒരു കാര്യം വിദേശത്ത് പോകേണ്ടതായിരുന്നു, അത് പറ്റിയില്ലല്ലോ എന്നുള്ള ദുഃഖം വന്ന് അത് മൂടിക്കളയും. അപ്പം ഞാൻ ഈ സഹോദരിയുടെ മുമ്പിൽ ഒരു പേപ്പർ എടുത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ ഒന്നിനു പുറകൊന്നായി എഴുതി. പ്രിയപ്പെട്ടവരെ, എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ ദൈവം ഈ കുടുംബത്തിൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരു ചെറിയ ദുഃഖം, വിദേശത്ത് പോകാമായിരുന്നു, എനിക്കവിടെ പോയി ജോലി കിട്ടാമായിരുന്നു എന്ന് തുടങ്ങിയ ദുഃഖം ഈ സഹോദരിയെ ബാധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമാണിത് ഒരുക്കിയത്. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവമാണ് ഒരുക്കിയതെന്ന് തിരിച്ചറിഞ്ഞു വന്നതോടുകൂടി ഈ സ്ത്രീയുടെ ഉള്ളിൽ സന്തോഷം വീണ്ടും വീണ്ടും അലയടിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 33:10-11 തിരുവചനം. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുത്തെ ചിന്തകൾ ശാശ്വതമാണ്, തലമുറകളോളം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം ഒരു പദ്ധതി ഒരുക്കുമ്പോൾ ആ പദ്ധതി ഈ സമയത്തേക്ക് മാത്രം ഒരുക്കുന്നതല്ല. ആ പദ്ധതി തലമുറയോളം നിലനിൽക്കുന്ന ശാശ്വതമായ നാളെയും കൂടെ കരുതിക്കൊണ്ടൊരുക്കുന്ന പദ്ധതിയാണ്. നമ്മുടെ പദ്ധതി എപ്പോഴും എങ്ങനെയാണ്? നമ്മുടെ പദ്ധതി ഇന്നത്തെ കാര്യം
ഇപ്പോഴുള്ള കാര്യം ഇത് ശരിയാവണം, ഇത് ശരിയാവണം, ഇത് ശരിയാവണം. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇന്ന് വേദനിച്ചാലും, ഒരു പക്ഷേ ഇന്ന് ക്രമീകരണം തെറ്റിയെന്ന് കണക്കാക്കിയാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ക്രമീകരണം തെറ്റിയെന്ന് കരുതുന്ന കാര്യം തന്നെ കർത്താവ് ഒരനുഗ്രഹമാണെന്ന് തിരിച്ചറിയും. ഒരല്പസമയമെടുത്തെന്നിരിക്കും, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്പസമയമെടുത്തെന്നിരിക്കും, പക്ഷേ അത് വളരെ വ്യക്തമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. കഴിഞ്ഞ നാളിൽ ഒരമ്മ മകനെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. ഈ മകന് രണ്ടാമത് ജനിച്ച കുഞ്ഞാണ്. ആദ്യത്തെ മകൻ ജനിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പേ ഉദരത്തിൽ രൂപപ്പെട്ടപ്പോൾ ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനൊക്കെ ആഗ്രഹിച്ചതാണ്. എന്നാൽ ഭാഗ്യം, ഈ കുഞ്ഞ് നശിപ്പിക്കപ്പെട്ടില്ല, ഈ കുഞ്ഞിന് ജന്മം കൊടുത്തു. ഈ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അച്ഛാ, അന്ന് ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിച്ച കുഞ്ഞ് ഇന്ന് വളർന്നു വലുതായി അവനാണ് എന്നെ പരിപാലിക്കുന്നത്, അവനാണ് എന്നെ നോക്കുന്നത്. എന്നാൽ ഞാൻ ആറ്റ് നോറ്റ് വളർത്തിയ മകനുണ്ടല്ലോ, അവൻ എന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ കാര്യം നോക്കുമെന്ന് കരുതിയവൻ അവൻ കല്യാണം കഴിച്ച് തൂത്തുമടക്കി അവൻ വിദേശത്തേക്ക് പോയി, അവൻ്റെ കുടുംബം അവിടെ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് എന്നെ നോക്കുന്നത് ആരാണ്? അന്ന് ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച ആ മകനാണ് ഇന്നെന്നെ നോക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നോക്കിക്കേ പ്രിയപ്പെട്ട പല കുടുംബങ്ങളിലും ഇത് സത്യമായൊരു കാര്യമല്ലേ? ധൂർത്തപുത്രരായിട്ട്, കുടുംബത്തിൻ്റെ കലഹപ്രിയരായിട്ട്, കുടുംബത്തിനൊന്നിനും കൊള്ളാത്തവരായിട്ട്, പഠിക്കാത്തവരായിട്ട്, ഉഴപ്പന്മാരായിട്ട്, പലതിനെ വെച്ചവർ ഇന്ന് ആ കുടുംബങ്ങളിലൊക്കെ അവരാണ് ആ കുടുംബത്തെ നയിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ അതൊരു ദൈവത്തിൻ്റെ ക്രമീകരണമല്ലേ? ദൈവത്തിൻ്റെ ക്രമീകരണമല്ലേ? നാളുകൾക്ക് മുമ്പ് നോക്കിയപ്പോൾ ഇതൊരു ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ആ കാര്യത്തെ ദൈവം ഇന്ന് ക്രമീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രമം തെറ്റുന്ന അവസ്ഥയെ കർത്താവ് വീണ്ടും ക്രമീകരിക്കുന്നു. ഇത് വചനം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ആ കുടുംബത്തിൽ വീഞ്ഞു തീർന്നുപോയി. ആ കുടുംബത്തിൻ്റെ ഒരു പരാജയം, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടൽ. എന്നാൽ ആ പരാജയത്തെ, ആ നാണം കെടലിനെ തൊട്ടടുത്ത നിമിഷം എന്താക്കി മാറ്റി? അവിടെ ക്രമീകരണം തെറ്റപ്പെട്ട അവസ്ഥയെ ദൈവം ക്രമീകരണത്തിൻ്റെ, ഒരത്ഭുതത്തിൻ്റെ ഒരു വിഷയമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ പോലും അങ്ങനെ കണക്കാക്കണം. ഇതെൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു വിശുദ്ധീകരണത്തിനുള്ള ഒരു വഴിയാണ്, ഒരു വിശുദ്ധീകരണത്തിനുള്ള വഴിയാണ്. നമ്മൾ അങ്ങനെ കണക്കാക്കിയെങ്കിൽ മാത്രമേ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിപ്പിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. എന്തോരം പദ്ധതികളാണ് മനുഷ്യൻ വിഭാവനം ചെയ്യുന്നത്. അന്തിമമായ തീരുമാനം ആരുടേതാണ്? കർത്താവിൻ്റെതത്രേ. നിൻ്റെ പദ്ധതി, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സാമ്പത്തിക മേഖലകളിൽ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ചൊക്കെ എന്തോരം പദ്ധതികളാണ്. ആ പദ്ധതികൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം നീ പണിയാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പൊളിഞ്ഞു പോകും. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. എല്ലാ പദ്ധതിയുടെ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ മനോഹരമായ ചില കാര്യങ്ങൾ. യേശു ക്രിസ്തുവിനെ അതാ കല്ലറയെങ്കിൽ അടക്കം ചെയ്തു. അതോടുകൂടി യേശുവിടെ ചരിത്രം തീർന്നുവെന്ന് യഹൂദജനം ചിന്തിച്ചു, പട്ടാളക്കാർ ചിന്തിച്ചു, അവനെ കല്ലറയെങ്കിൽ അടക്കം ചെയ്തവർ ചിന്തിച്ചു. എന്നാൽ ആ പട്ടാളക്കാരെ, ആ നേതാക്കന്മാരെ ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പദ്ധതി അവസാനിച്ചിടത്ത് ദൈവം ആരംഭിച്ചു. മനുഷ്യൻ്റെ പദ്ധതി അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നീ ഏതെങ്കിലും കാര്യത്തിൽ നിരാശപ്പെട്ടും ദുഃഖിച്ചും നീ രക്ഷയില്ല എന്ന് കരുതുന്നെങ്കിൽ ഇതാ നിൻ്റെ ദൈവം നിൻ്റെ മുമ്പിൽ പറയുന്നു, ഇല്ല, നീ പരാജയപ്പെട്ടിട്ടില്ല, നീ നശിച്ചു പോയിട്ടില്ല, നിൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടെയുണ്ട്, നിനക്ക് വേണ്ടി ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ആയതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഒരു ചോദ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കാത്ത ഒരു പദ്ധതിയോട്, എൻ്റേതായ സ്വാർത്ഥതയുടെ പദ്ധതിയുടെ പിന്നാലെയാണ് നീ പോകുന്നതെങ്കിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, തിരുവചനം അതിനുത്തരം നൽകുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം തിരുവചനത്തിലൂടെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിൻ്റെ ജീവിതത്തിലെ പദ്ധതിയുടെ മുമ്പിൽ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതാ വചനം പഠിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ സങ്കടം, ദുഃഖം ഇതിനെ ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയാൻ ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്നിരിക്കുക. ഇന്നോളം നിൻ്റെ ജീവിതത്തിൽ നീ കൊണ്ടു നടന്ന കുറേയധികം പദ്ധതികളാണ് തലയ്ക്കുള്ളതെങ്കിൽ അത് മാറ്റിവെച്ച് എളിമപ്പെട്ട് വളരെ ശാന്തതയോടുകൂടി ദൈവമേ നിൻ്റെ പദ്ധതിയോട് ഞാൻ ചേർന്ന് വയ്ക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. നിൻ്റെ പദ്ധതികൾ കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ ജീവിതം ഫലമണിയും. നിൻ്റെ പദ്ധതി അത് ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും അത് ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കുക. നിൻ്റെ ബുദ്ധി, നിൻ്റെ കുടുംബ പാരമ്പര്യം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ലോക അറിവ് ഇതല്ല, മറിച്ച് നീ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്തു ചെയ്യണം? നീ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിന് മുമ്പിൽ വെച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. കാരണം കർത്താവിനറിയാം നിനക്ക് എന്താണ് വേണ്ടതെന്ന്. കർത്താവിനറിയാം നിനക്ക് എന്താണ് വേണ്ടതെന്ന്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഡിസപ്പോയിൻമെൻറ്റ്. നിരാശയായിപ്പോയി, സങ്കടമായിപ്പോയി, ഒരു കാര്യം വിചാരിച്ച പോലെ നടന്നില്ല, ഡിസപ്പോയിൻമെൻറ്റ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഡിസപ്പോയിൻമെൻ്റ് എന്നല്ല പറയേണ്ടത്, മറിച്ച് ഹിസ് അപ്പോയിൻമെൻറ്റ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ഒരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് കരുതുന്ന കാര്യം എന്താണ്? ഹിസ്, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അപ്പോയിൻമെൻറ്റാണ്. നിൻ്റെ ജീവിതത്തിൽ നീ കണക്കാക്കുന്നൊരു കാര്യം അതെന്താണ്? അതൊരു ദൈവിക അപ്പോയിൻമെൻറ്റാണ്. പ്രിയപ്പെട്ടവരെ, ദൈവിക ഇടപെടലാണ്. അതൊരു പക്ഷേ രോഗമാവാം. നീ ആ രോഗത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ആ രോഗത്തിലൂടെ വരുന്ന ദുഃഖം നിന്നെ പീഡിപ്പിക്കും. എന്നാൽ നീ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്കിങ്ങനൊരു രോഗമുണ്ടല്ലോ, ഈ രോഗം എന്നിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ രോഗത്തിലൂടെ ദൈവമേ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിൻ്റെ മുമ്പിൽ കുറേയധികം വെളിപ്പെടുത്തലുകൾ നൽകും. ദൈവം നിന്നെ പഠിപ്പിക്കും. നിൻ്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കൈപ്പേറിയ അനുഭവം അതെന്തിനാണെന്ന് കർത്താവ് നിന്നെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ശാന്തതയോടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ബഹളം കൂട്ടി, തിരക്ക് കൂട്ടി നീ നിൻ്റേതായ പദ്ധതി അതിൻ്റെ മുകളിൽ പണിയാൻ വേണ്ടി ശ്രമിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? നീ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നോളം കാണാത്ത ഒരു വലിയ പ്രകാശം, ഒരു വലിയ വഴി കർത്താവ് നിൻ്റെ മുമ്പിൽ തുറന്നു തരും. നീ നിരാശപ്പെട്ടും ദുഃഖിച്ചും ജീവിക്കേണ്ടതല്ല, മറിച്ച് നീ വിചാരിക്കുന്നതിനപ്പുറം ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കാനുള്ളൊരു വഴിയാണ്. അത് ഏത് കാര്യവുമായിക്കൊള്ളട്ടെ. ഈ കഴിഞ്ഞ കാലയളവിൽ കേരള ചരിത്രത്തിൽ തന്നെ വലിയ ശക്തനായിട്ടുള്ളൊരു വൈദികൻ്റെ അനുഭവം കേൾക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗം പിടിപെട്ട് വൈദിക ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ വളരെയധികം അസ്വസ്ഥപ്പെട്ടൊരു വൈദികൻ. എന്നാൽ ആ ക്യാൻസറിൻ്റെ ആ കാലഘട്ടം മുഴുവൻ പ്രാർത്ഥനയ്ക്കുള്ള കാലഘട്ടമാക്കി തീർത്തു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വചനം പഠിച്ചു. ഇങ്ങനെയാണ് ഞാൻ കേട്ടത്, 12,000-ലധികം വചനങ്ങൾ അവിടെ കുത്തിയിരുന്ന് പഠിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം പഠിച്ച് വചനം ഉള്ളിലേക്ക് തീറും. അതായത് ക്യാൻസർ രോഗം പിടിപെട്ട് നിരാശയും ദുഃഖവും ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ചെയ്തത് എന്താണ്? വചനം പഠിക്കാൻ തുടങ്ങി. വചനം പഠിച്ച് വചനം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്യാൻസർ രോഗമൊക്കെ സാവധാനം മാറിയെന്ന് മാത്രമല്ല, ഇദ്ദേഹം ശക്തനായ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി മാറി. വിടുതലിൻ്റെ ശുശ്രൂഷകൾ ലോകമെമ്പാടും വാരി വിതറുന്നൊരു വലിയ വചന ശുശ്രൂഷകനായി ദൈവത്തിന് പ്രിയപ്പെട്ട പുരോഹിതനായി ഉയർത്തെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടത്തും ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെ കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെ കാണുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിനക്കൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനൊരു സാധ്യതയുണ്ട്. ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ കരഞ്ഞു ജീവിക്കേണ്ട വ്യക്തിയല്ല. നിൻ്റെ ജീവിതത്തിൽ രോഗമാവാം,
ജോലിയിലെ തടസ്സമാവാം, ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളാവാം, എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ മുകളിൽ കർത്താവിന് ചില കാര്യങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 127 വചനം 1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി ദൈവമാണ് നമ്മളെ പണിയുന്നത്, നമ്മുടെ ബുദ്ധിയും കഴിവൊന്നുമല്ല. കുറേ നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വളരെ വിവാദപരമായ ഒരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ വളരെയധികം മോശമായ കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവർ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ചെയ്ത കാര്യങ്ങളാണ്. സത്യക്രിസ്ത്യാനി എപ്പോഴും പ്രാർത്ഥിക്കും മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥാപനം അടച്ചിട്ടു, ആകപ്പാടെ പ്രശ്നങ്ങളായി, കോടതി കേസായി. കുറച്ച് നാൾ കഴിഞ്ഞ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. പ്രശ്നങ്ങളൊക്കെ സാവധാനം തീർന്നു. ഇന്ന് ഈ കഴിഞ്ഞ നാളിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അതേ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു കെട്ടിടമൊക്കെയായി അവിടെ ഇദ്ദേഹമുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, കഴിഞ്ഞ കാലങ്ങളിൽ താങ്കൾ അനുഭവിച്ച കുറേയധികം തെറ്റിദ്ധാരണയുടെ അല്ലെങ്കിൽ ഈ മീഡിയ മുഴുവൻ താങ്കളെക്കുറിച്ച് പറഞ്ഞു വരുത്തിയ കാര്യങ്ങൾ താങ്കൾക്ക് വേദനയും സങ്കടം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് അതിനെ നേരിട്ടത്? ഇദ്ദേഹം പറഞ്ഞത്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ആ കൈപ്പേറിയ കാലഘട്ടം, ഒരു മനുഷ്യൻ എന്നെ മനസ്സിലാക്കാനില്ല. മാധ്യമങ്ങൾ എന്നെക്കുറിച്ച് തള്ളിപ്പറഞ്ഞു, വീട്ടുകാർ പോലും എന്നെ തള്ളിപ്പറഞ്ഞു. എന്നാൽ ഞാനൊരു രക്ഷ കണ്ടെത്തി. അച്ഛാ, ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് ഞാൻ എൻ്റെ ഇടവകപ്പള്ളിയിൽ അൾത്താരയുടെ മുമ്പിലാണ്. ഈ മനുഷ്യൻ പറയുക, അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ അൾത്താര എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, നീ പേടിക്കണ്ട, ഇതിന് ശേഷവും നിൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുണ്ടാവും. ഈ കൈപ്പേറിയ അനുഭവങ്ങൾ സാവധാനം മാറും, നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും. ഞാൻ ആ കാലഘട്ടം മുഴുവൻ അൾത്താരയുടെ മുമ്പിലിരുന്ന് വചനം വായിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. കോടതി കേസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ക്രമീകരിച്ചു. ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൻ്റെ ആ ഇരുണ്ട കാലഘട്ടം, ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ പോലും ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ പരാതി പറയാതെ ഞാൻ അൾത്താരയുടെ മുമ്പിലിരുന്ന് വചനം വായിക്കാൻ തുടങ്ങി. ഈ ബിസിനസ്സുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛാ, വചനം വായിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ഉള്ളിൽ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ജെറമ്യാ പ്രവചനം 29:11. എന്താ അത്? എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ സഹനം അത് അനിവാര്യമാണ്. അത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിക്കേണ്ടതാണ്. ഞാൻ ആ സഹനം ഏറ്റെടുക്കുന്നു. എന്നു മാത്രമല്ല, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടാവുമെന്നും എനിക്കൊരു ഉറപ്പ് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറയാണ്, അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. അച്ഛാ, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്നലകളിലുണ്ടായ ആ കൈപ്പേറിയ അനുഭവങ്ങൾ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയുമ്പോഴൊക്കെ, മറ്റുള്ളവരോട് വചനം പറയുമ്പോഴൊക്കെ ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കും. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സങ്കടം അതൊരു സങ്കടമായിട്ട് കണക്കാക്കല്ലേ. തെറ്റിദ്ധാരണയുടേതാവാം, ഒരുപക്ഷെ നിൻ്റെ തന്നെ ഒരു തെറ്റുമൂലം നിനക്ക് സംഭവിച്ചതാവാം, നാണക്കേടിൻ്റേതാവാം. നീ പരാജയപ്പെടാനുള്ളതല്ല, ഇത് നിനക്കൊരു പാഠമാവാനുള്ളതാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയിലൊക്കെ ഉണ്ടായ അനേക വീഴ്ചകൾ എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധീകരിക്കാൻ. ഓരോ വീഴ്ചയും നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ് കിടന്ന് പരാജയപ്പെടാനല്ല, അല്പം കൂടെ വിശുദ്ധിയോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:11 തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. നീയൊരു കുടുംബനാഥനാണെങ്കിൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. കുടുംബനാഥയാണെങ്കിൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. നിൻ്റെ ജീവിതാവസ്ഥ അതെന്ത് തന്നെയാണെങ്കിലും അതൊരു പദ്ധതിയുടെ ഭാഗമാണ്. അത് നീയായിട്ടുണ്ടാക്കിയ പദ്ധതിയല്ല, ദൈവമുണ്ടാക്കിയ പദ്ധതിയാണ്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ സഹിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു പദ്ധതിയുണ്ട്. ഈ സഹനം, ഈ കഷ്ടപ്പാട്, കണ്ണുനീര് ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വസിക്കുക, ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ പ്രവൃത്തികൾ കർത്താവിൽ അർപ്പിച്ചു കഴിയുമ്പോൾ ആ പദ്ധതികളെല്ലാം ഫലമണിയും. വചനം നമ്മൾ മറക്കാതെ സൂക്ഷിച്ചോണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനം, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക,
നിൻ്റെ പദ്ധതികൾ ഫലമണിയും. പ്രിയപ്പെട്ടവരെ, ജെറമ്യ പ്രവാചകൻ്റെ ശക്തിയും ബലവും നമുക്ക് സ്വീകരിക്കാം. പ്രവാചകൻ്റെ 29 അധ്യായം 11 തിരുവചനം വിശ്വസിക്കുക, ഹൃദയത്തിൽ സ്വീകരിക്കുക. നിന്നെക്കുറിച്ച് നിൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം, ഈ ബോധ്യം നമ്മളെ നയിക്കട്ടെ. ദൈവസമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.